ഫ്രണ്ട്സ്, ലിഥാസ് ഫുഡ് വേൾഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കപ്പപ്പുഴുക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിന് ഞാനിവിടെ 1.5 കിലോ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കൊത്തി നുറുക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പത്ത് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുത്ത് തീ കത്തിച്ചിക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ കപ്പ നന്നായി വേവുകയില്ല. അപ്പം നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കപ്പ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വേവട്ടെ. ആ സമയത്തിലേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യമായിരിക്കുന്ന സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്: ചിരകിയ തേങ്ങ 1/4 കപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വീതം പെരിഞ്ജീരകവും ചെറിയ ജീരകവും, പിന്നെ 6 പച്ചമുളക്, അത് നമ്മുടെ എരിവിനാവശ്യത്തിന് ആയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, 1 തണ്ട് കറിവേപ്പില, ചുമന്നുള്ളി ചെറിയ കഷ്ണം 5 എണ്ണം, വെളുത്തുള്ളി 3 അല്ലി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പം നമ്മുടെ കപ്പ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റി കളയാം. അപ്പം നമ്മുടെ കപ്പയിലെ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിരത്തി കൊടുക്കാം. ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് നമുക്ക് ആവി കയറ്റാം. അപ്പം നമ്മുടെ കപ്പ എന്തായെന്ന് നമുക്ക് നോക്കാം. നന്നായി ആവിയെല്ലാം വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാം. നമ്മൾ ചിക്കൻ വറുത്തിട്ടൊന്നുമല്ല വയ്ക്കുന്നത്, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിനാവശ്യമായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 സവോള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. 1 കുടം വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് നെടുകെ കീറിയത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, ചൂടുവെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. അപ്പം ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പം നമ്മുടെ സവോള എല്ലാം ഒരുവിധം നന്നായി വഴന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പം കൈയെടുക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് ഒരു പകുതി കറിവേപ്പില ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് ഇളക്കാം. തീ ഞാൻ മീഡിയം ലെവലിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ കുരുമുളക് പൊടി മാത്രം ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ബാക്കി എല്ലാ പൊടികളും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല. ഇനി നന്നായി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൽ ചേർക്കാം. ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ല. നമ്മൾ ചേർത്ത പൊടിയുടെ എല്ലാം പച്ചമണം മാറി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ ചേർത്ത് ഇളക്കാം. നന്നായി മസാലയെല്ലാം ഇതിൽ മിക്സാകുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ സവോളയെല്ലാം വഴറ്റിയപ്പം അല്പം ഉപ്പിട്ടിരുന്നു. ഇനി ഇപ്പോഴും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മസാലയും ചിക്കനും എല്ലാം നന്നായി ഒന്ന് മിക്സാകണം. എല്ലിലുള്ള ചിക്കനായാലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കനിൽ മസാലയെല്ലാം കവറായിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സാക്കാം. അല്പം കൂടി വെള്ളം ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട കാര്യമില്ല. നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പ് മാറ്റാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിവേപ്പില എടുത്തതിൽ പകുതിയാണ് നമ്മൾ നേരത്തെ ഇട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയും ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പ കഴിക്കേണ്ടതായതുകൊണ്ട് എന്തായാലും കുറച്ച് ചാറ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി വറ്റിച്ചിട്ടില്ല. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കപ്പപ്പുഴുക്കും മൺചട്ടിയിൽ തയ്യാറാക്കിയ ഈസി ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.